ഒത്തിരി സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെയാണ് ഈ ആലയത്തിൽ നിൽക്കുക. ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ ഡയറക്ടർ അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ട വൈദികരുടെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയുള്ള പ്രാർത്ഥനയും ക്ഷണവുമൊക്കെയാണ് ഇന്ന് ഈ അൽത്താരയിൽ ഈ സ്ഥലത്ത് നിൽക്കുവാൻ കാരണമായത്. ദൈവമാണ് അങ്ങനെ ഒരു അവസരം ഒരുക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യോഗ്യതയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ദാസൻ എന്ന നിലയിൽ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിന്ന് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആ വചനത്തിലൂടെ നമ്മളൊന്ന് പാടി പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ ഒരു അനുഗ്രഹമാകണം. ഹല്ലേലൂയ. ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ കാണുന്നു, ബഹുമാനത്തോടെ കാണുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നിവിടുന്ന് പോകുമ്പോൾ ഈ ഒരു കാര്യം പറയാനിടയാകട്ടെ: സർവശക്തനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാൻ ഇടവരട്ടെ. കൺവെൻഷൻ്റെ ആദ്യ ദിവസമാണ്. ഇതിനേക്കാൾ നല്ല ദിവസങ്ങളാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ. എന്നേക്കാൾ ശക്തരായവരും അഭിഷേകമുള്ളവരും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ ആലയത്തിൽ ഈ സ്ഥലത്ത് വചനം പ്രഘോഷിക്കും. അത് നിങ്ങൾക്ക് ഇന്നത്തേതിനേക്കാൾ കൂടുതൽ അനുഗ്രഹമായിരിക്കും, ഇന്നത്തേക്കാൾ കൂടുതൽ നന്മയുമായിരിക്കും. നല്ലൊരു തുടക്കമിടാൻ എനിക്കൊരവസരം നൽകി ഈ ഒരു സമയത്ത് ഞാൻ ദൈവത്തോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഒരു വിശുദ്ധ ഗ്രന്ഥം, ഒരു വചനം എടുക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഈ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വചനം ശ്രദ്ധിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കും ഈ വചനത്തിലൂടെ. എന്തെന്നറിയാമോ? 8-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൻ്റെ ഹെഡിങ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. അതിനിന്ന് നമ്മൾ അറിയുന്ന ആർക്കും ഈ രോഗമില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനിത് വായിക്കണം, എന്തിനിത് പ്രസംഗിക്കണം? പക്ഷേ ഇവിടെ കാണുന്നൊരു പ്രത്യേകത, ആരും തൊടാൻ ഇഷ്ടപ്പെടാത്തൊരാളെ യേശു കൈ നീട്ടി തൊട്ടു എന്നാണ്. ആ രോഗം എനിക്കില്ലായിരിക്കാം, പക്ഷെ ഇതുപോലൊരു തൊടൽ ഈ ആദ്യ ദിവസം എനിക്ക് കിട്ടണം. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന്? ദൈവം ഒരിക്കലും, യേശു ഒരിക്കലും ഒരാളെയും മാറ്റി നിർത്തില്ല കേട്ടോ, അവഗണിക്കില്ല. ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു തണലിലും കൂടാരത്തിലുമാണ് വന്ന് കയറിയിരിക്കുന്നത്. ആ വചനം ഞാനൊന്ന് വായിക്കാം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട് ജനക്കൂട്ടം എന്നല്ല, വലിയൊരു ജനക്കൂട്ടം. അതൊരു വിശേഷണമായി കൊടുത്തിരിക്കുന്ന വാക്കാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ആളുണ്ടായിരിക്കാമെന്ന്. വലിയൊരു ജനക്കൂട്ടം എന്നാണ്. ഇപ്പോൾ ഈ ആലയത്തിലുള്ളവരെ നോക്കി വലിയൊരു ജനക്കൂട്ടം എന്ന് ഞാൻ പറയില്ലായിരിക്കാം. ധാരാളം ജനങ്ങൾ ഉണ്ട്. വലിയൊരു ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് ഒരുപാട് ദൂരമാണ്. വലിയൊരു ജനക്കൂട്ടം അവിടെ വന്ന് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി, അടുത്ത വാക്കെന്നാ നോക്കിക്കേ, ഗൗരവമുള്ളൊരു വാക്കാണ്. ഒരു കുഷ്ഠരോഗി, ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ, അടുത്തു വന്നു. ഒരു കുഷ്ഠരോഗി അടുത്തു വന്നു. കുഷ്ഠരോഗിനെ ഒന്നും 7 അയൽവക്കത്ത് അടുപ്പിക്കത്തില്ലായിരുന്നു. ചിലർ പറയില്ലേ, ആ ഗേറ്റിന്റെ അപ്പുറത്ത് പോലും അയാളെ നിർത്തരുത്, പറഞ്ഞു വിട്. ആ അടിച്ച് വേലിക്കാത്തൊന്നും അവരെ കയറ്റരുത്. 7 അയൽവക്കത്ത് പോലും നിർത്താൻ പറ്റില്ല കുഷ്ഠരോഗികൾ. അങ്ങ് മാറ്റി നിർത്തുന്ന ദുർഗന്ധം മൂക്കുപൊത്തിക്കൊണ്ട് ആൾക്കാർ ഓടും. കൈകാലുകൾ രോഗം വന്ന് മുറിഞ്ഞു മുറിഞ്ഞ് ചീഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥ. അങ്ങനെ വലിയൊരു രോഗമുള്ള ഒരു മനുഷ്യൻ
എവിടെ വന്നു? യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവിടെയാണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവ്. അപ്പം നിങ്ങൾ ഇരിക്കുന്നത് എവിടെയോ അല്ല, യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ്. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന പ്രശ്നം എന്താണെന്ന് ജനക്കൂട്ടത്തിന് അറിയില്ലെങ്കിലും യേശുവിനറിയാം. യേശുവിനറിയാം. ഹല്ലേലൂയ. അപ്പൊ അടുത്ത വാക്ക് എഴുതിയിരിക്കുകയാണ്, താണു വണങ്ങി. ഇനി വണങ്ങാനൊന്നുമില്ല, അതിനേക്കാൾ രോഗം ആൾക്കാരൊക്കെ ഓടിച്ചു വിടുന്നയാളാ. എന്നിട്ടും താണു വണങ്ങി പറഞ്ഞു. എന്താ പറഞ്ഞത്? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും. എന്തുണ്ടെങ്കിൽ? അപ്പോൾ എന്തിനാണ് ആ വാക്ക് എഴുതിയിരിക്കുന്നത് മനസ്സുണ്ടെങ്കിലെന്ന്? ഇങ്ങനെയൊരു രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ദൂരെ നിന്ന് കാണാൻ പോലും ആർക്കും മനസ്സിൽ ഇഷ്ടമല്ല. അപ്പോൾ അതേ സ്ഥലത്തും സാഹചര്യവും മനസ്സിൽ കണ്ടിട്ട് ഈ കുഷ്ഠരോഗി ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനെ തൊടണമെന്നൊന്നും പറഞ്ഞില്ല, എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന്. നിങ്ങൾ ഈ ആലയത്തിലേക്ക് പല കാര്യങ്ങളും ക്രമീകരിച്ച് ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആലയത്തിലേക്ക് കയറി വന്നത്, ദൈവമേ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ രോഗം മാത്രമല്ല, എൻ്റെ കണ്ണുനീർ, ഞാൻ അനുഭവിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾ, വലിയ വലിയ വെല്ലുവിളികൾ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങയ്ക്ക് കഴിയുമെങ്കിൽ. എന്താ യേശു ഉത്തരം പറഞ്ഞെന്ന് നമുക്ക് കേട്ട് വായിച്ചേ. 4-ാമത്തെ വാക്യം, യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അവനെ തൊട്ടു. അങ്ങനെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഇതേ ദൈവം നിങ്ങളെ തൊടും. ഇതേ യേശു നിങ്ങളെ കൈ നീട്ടി തൊടുമെന്ന്. രോഗത്തെ മാത്രമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം പലര് നോക്കിയിട്ടും പരിഹരിക്കാൻ കഴിയുന്നില്ല, യേശു അതെ തൊടും. യേശു തൊടുന്ന സമയത്തിന്റെ പേരാണ് സൗഖ്യത്തിന്റെ സമയം, വിടുതലിന്റെ സമയം, അനുഗ്രഹത്തിന്റെ സമയം, വഴിത്തിരിവിന്റെ സമയം. ഹല്ലേലൂയ. മനുഷ്യര് തൊട്ടാ തീരുന്ന പ്രശ്നമല്ല ഇത്. ഇതേതെങ്കിലും ഒരു നേതാക്കന്മാർ തൊട്ടാ തീരുന്ന പ്രശ്നമല്ല. ഇത് ദൈവം തന്നെ തൊടുമ്പോഴാണ് ഈ വിടുതൽ സംഭവിക്കുന്നത്. യേശു കൈ നീട്ടി. അപ്പോൾ എത്ര ദൂരത്തായിരുന്നു യേശുവും ഈ രോഗിയും ഉള്ളത്? കൈ നീട്ടിയാൽ തൊടാൻ കഴിയത്തക്ക അത്രയും അടുത്ത്. കുഷ്ഠരോഗിയുടെ അടുത്തൊന്നും ആരും നിൽക്കാൻ ഇഷ്ടപ്പെടില്ല, ഭയങ്കര ദുർഗന്ധമാണ്. പിന്നെ കാണുമ്പോൾ തന്നെ അത് മനസ്സിന് പലർക്കും ഇഷ്ടക്കേടുണ്ടാക്കും, അതുകൊണ്ട് മാറിപ്പോകും. യേശു അവന്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് ദൂരെ നിന്ന് സുഖമാകട്ടെ എന്നല്ല, കൈ നീട്ടി അവനെ തൊട്ടു. നിങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് വിശ്വസിക്കണം, യേശു എന്നെ തൊടുമെന്ന്. യേശു എൻ്റെ കുടുംബത്തെ തൊടും. എവിടെയോ നിന്നല്ല, എൻ്റെ മുമ്പിൽ നിന്ന്, എൻ്റെ കൈയെത്തുന്ന ദൂരത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അതാണ് ഈ വചനം നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങാൻ കാരണം. യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. നിന്റെ കുടുംബ പ്രശ്നം യേശുവിൻ്റെ മുമ്പിൽ ഇന്ന് കൊണ്ടുവരണം. നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എവിടെയേലും വെച്ച് കാര്യമില്ല, അത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ കാര്യത്തിൽ ഇടണം. യേശു കൈ നീട്ടും. യേശു കൈ നീട്ടി അതിൽ തൊടും. അതിന്മേൽ സംഭവിക്കുന്നത് വിടുതലാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചേറ്റെടുത്താൽ ഇതെന്റെ അനുഭവമായിരിക്കും. ഇത് വിശ്വസിച്ചേറ്റെടുക്കാൻ ഇതൊരു ഫാഷനായി കേട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്നത് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ, ഒരു വീട് കിട്ടാൻ വേണ്ടി മാത്രമല്ല. ജോലി കിട്ടാനും വീട് കിട്ടാനും മാത്രം വചനം പ്രസംഗിക്കുന്ന കാലമാണിത്. ഞാൻ പ്രസംഗിക്കുന്നത് ജോലി കിട്ടാൻ, വീട് ശരിയാകാൻ, ആ പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രമല്ല. യേശു വചനം പ്രസംഗിക്കാൻ പറഞ്ഞത് ഒറ്റ നിയോഗത്തിന് വേണ്ടിയിട്ടാണ്. മാനസാന്തരപ്പെടണം, അതാണ് അതിന്റെ നിയോഗം. അതിന്റെ ചുവടെ എല്ലാം വന്ന് കയറിക്കൊള്ളും. ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ ഒരു നിയോഗം, നിങ്ങൾ ആരും നശിച്ചു പോകരുത്, നിങ്ങളുടെ കുടുംബം തകർന്നു പോകരുതെന്ന്, നിങ്ങൾക്ക് നിത്യരക്ഷ കിട്ടണം.
നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തണം. ഇതൊക്കെ ഒരു നിയോഗമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. യേശു കൈ നീട്ടി തൊട്ടതിന് ശേഷമാണോ ആ വ്യക്തി സൗഖ്യമായത്, ജീവിതം മാറിയത്, അതോ തൊടുന്നതിന് മുമ്പാണോ? യേശു തൊട്ടതിന് ശേഷമാണ് ജീവിതം മാറിയത്, ആണോ? അങ്ങനെയാണ്. ഒരു കാര്യം കേട്ടെ, ഏതവസ്ഥയിലാ തൊട്ടത്? ഏതവസ്ഥയിലാണോ ദുർഗന്ധമുള്ള, രോഗമുള്ള, ശരീരമാകെ വേദന നൽകിക്കൊണ്ടിരിക്കുന്ന, ചെയ്യാൻ തുടങ്ങിയ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം വന്ന് കൈവിരലുകൾ അറ്ററ്റു പോകും, ദ്രവിച്ച് ഇല്ലാതാകും. ആ അവസ്ഥയിൽ നിന്നോ അതേ അവസ്ഥയിലാ തൊട്ടത്. അങ്ങനെങ്കിൽ ഒരു മദ്യപാനി എന്ന നിലയിലായിരിക്കും. ഞാൻ ഒരു മദ്യപാനിയാണല്ലോ, ദൈവമേ, എന്നെ ദൈവം തൊടുവോ? നിന്നെ ആയിരിക്കും ദൈവം ഇന്ന് ആദ്യം തൊടുന്നത്. എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത ആളാണല്ലോ, ദൈവം എന്നെ ഉപേക്ഷിക്കുമോ? ദൈവം എന്നെ ശ്രദ്ധിക്കുമോ? നിന്നെ ആയിരിക്കും ദൈവം ഇന്ന് ആദ്യം കാണുന്നത്. ദൈവം നിന്നെ ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത്. അത്രയും ജനക്കൂട്ടം ഉണ്ടായിട്ട് ആദ്യം ശ്രദ്ധിച്ചത് രോഗിയെയാണ്, ഈ വ്യക്തിയാണ്. ഒരാളെ പോലും ദൈവം മാറ്റി നിർത്തില്ല. ഒരാളെ പോലും ദൈവം മാറ്റി നിർത്തില്ല. ഹല്ലേലൂയാ. അതുകൊണ്ട് മുമ്പേ പാട്ടുകാരൻ പാടിയത്, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവമാണ് എൻ്റെ ദൈവം എന്നാ പാടിയത്. ഹല്ലേലൂയാ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകും. നാളെ ഇതെന്റെ സാക്ഷ്യമാണ്. ഇതുപോലെ ഒരു 8-ാം അധ്യായത്തിന്റെ 4 വാക്യങ്ങൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതും. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 4 വാക്യങ്ങൾ എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതും. എന്നെ ദൈവം തൊട്ട വിഷയം, എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടത്. ഞാൻ ഇനി പറയുന്നൊരു വാക്ക് മറക്കരുത്. കുഷ്ഠരോഗി ആയിരിക്കുന്ന അതേ ആ അവസ്ഥയിൽ തന്നെയാ ദൈവം തൊട്ടത്. തൊട്ടതിന് ശേഷമാണ് അവസ്ഥയ്ക്ക് മാറ്റം വന്നത്. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇതുപോലെ എന്തോ ഒരു കാര്യം ദൈവം നിങ്ങളിൽ ഇന്ന് ചെയ്യും. ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കുഷ്ഠരോഗം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒന്ന് അവന്റെ ശരീരത്തിലുണ്ട്. ഇപ്പം അതാ വിട്ടുപോയത്. ഒന്നും കൂടെ പറയാം. അവന്റെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന ഒന്ന് ഇപ്പോൾ യേശു തൊട്ടപ്പോൾ അവനെ വിട്ടുപോയി. നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന എന്തേലും നിങ്ങളുടെ അകത്തുണ്ടോ? ഈ ആദ്യ ദിവസം, കൺവെൻഷന്റെ ദിവസം നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചാൽ അത് നമ്മളെ വിട്ടുപോകും. നമ്മളെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്ന എന്തൊക്കെയോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കളയുന്ന എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. നമ്മളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ വിട്ടുപോകും. നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഇതുപോലെ ഒരു തൊടൽ അനുഭവിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. സമൂഹം ഒറ്റപ്പെടുത്തിയവനാ കുഷ്ഠരോഗി. പക്ഷെ യേശു അവനെ ഒറ്റപ്പെടുത്തിയില്ല. സമൂഹം എഴുതി തള്ളിയവനാണ് കുഷ്ഠരോഗി. യേശു അവനെ മാറ്റി നിർത്തിയില്ല. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു ഗാനം പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് പാടുമ്പോൾ കേവലം ഒരു പാട്ട്, കേവലം ഒരു കയ്യടി അത് മാത്രമല്ല. ഈ പാടുന്ന സമയം പ്രാർത്ഥനയാണ്. അത് ദൈവം എന്നെ തൊടുന്ന സമയം. ഈ പാട്ടിലൂടെ ദൈവം എന്നെ തൊടും. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ തൊടും. യേശു നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് കയറില്ലായിരുന്നു, ഈ കൂടാരത്തിനകത്ത് വന്ന് ഇരിക്കത്തില്ലായിരുന്നു. ഒരാൾ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടുവന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ ഇരിക്കില്ല, എഴുന്നേറ്റ് പോകും. 10 മിനിറ്റൊക്കെ ഇരിക്കുമായിരിക്കും, അരമണിക്കൂറൊന്നും ഇരിക്കത്തില്ല, വേഗം പോകും, അടുത്ത ജോലിക്ക് പോകും. എന്തുകൊണ്ട്? ഈ ആവി പരവേശമുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നു. യേശു നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ ആഗ്രഹിക്കുന്നു, സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് എഴുന്നേറ്റു നിൽക്കാം. എഴുന്നേറ്റു നിന്ന് ഇത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ കുഷ്ഠരോഗിയുടെ സ്ഥാനത്ത് ഇന്ന് ഞാനാണ് വലിയൊരു പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. എല്ലാവരും കണ്ണുകളെ ഒന്ന് അടച്ച്
ഇത് പാടുകയും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറുകയും ചെയ്യണം. ഈ സമയം തന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ നിന്നേ. ദൈവകരങ്ങൾ, നിങ്ങളൊരു മദ്യപാനിയായിരിക്കാം, രോഗിയായിരിക്കാം, പാപിയായിരിക്കാം, പക്ഷെ യേശു നിന്നെ തൊടാൻ ആഗ്രഹമുണ്ട്. ചിലർ പറയും ഞാനൊരു ചീഞ്ഞ മനുഷ്യനാ, ചീത്ത മനുഷ്യനാ. സാരമില്ല കുഞ്ഞെ, നിന്നെയാ ദൈവം ഇന്ന് തൊടാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ എന്നോട് അങ്ങനെയാ പറഞ്ഞു, ഞാനൊരു ചീത്ത മനുഷ്യനാണ്, ഞാനൊരു ചീഞ്ഞ മനുഷ്യനാണ്, എൻ്റെ വീട്ടിൽ പോലും എനിക്ക് ഒരു സ്ഥാനവുമില്ല. സാരമില്ല, ദൈവം ഇന്ന് നിന്നെ തൊടുമ്പം നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരിക്കും അത്. അവന്റെ ശരീരത്തിൽ വന്ന് കയറിയത് വലിയൊരു സൗഖ്യമാണ്. വിശ്വസിച്ച് ഏതൊക്കെ പ്രാർത്ഥനകളാ മനസ്സിലുള്ളത്, ഏതൊക്കെ നിയോഗങ്ങളാ ഉള്ളത്. ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ കയറി കയറി വരുന്ന സമയമാണ്, കയറി കയറി വരുന്ന സമയം. അങ്ങനെയെങ്കിൽ കണ്ണുകളെ അടച്ച് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ സമയം നമ്മളെല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ആഗ്രഹിച്ച് ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ദൈവകരങ്ങളിൽ കൊടുത്ത് നോട്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ നിയോഗങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വലിയൊരു വിടുതലിന്റെ സമയമാണ്. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ആരംഭിക്കട്ടെ, ഇപ്പോൾ തന്നെ അടയാളങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് വലിയൊരു വിടുതൽ ലഭിക്കട്ടെ, വലിയൊരു അഭിഷേകം നിങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. യേശു നിങ്ങളെ കാണുന്നു, യേശു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു, യേശു നിങ്ങളെ തൊടുന്നു. ഹല്ലേലൂയ. എല്ലാ ജീവിതങ്ങളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. നന്നായി ഒന്ന് കരങ്ങളെ അടിച്ച് ഈ പാടുന്ന സമയം തന്നെ ദൈവത്തിന്റെ ഒരു തൊടൽ അനുഭവിക്കാൻ കഴിയട്ടെ. ഈ പാടുന്ന സമയം തന്നെ വലിയൊരു സൗഖ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ പാടുന്ന സമയം തന്നെ വലിയ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ, അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. നാളുകളായി നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ ദൈവീക ഇടപെടൽ ഇപ്പോൾ സംഭവിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമ ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമ ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, എല്ലാവരും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. എല്ലാവരും ഒന്ന് കരമടിച്ച്, യേശു എന്നെ തൊടുന്ന സമയം, എൻ്റെ രോഗത്തിന്റെ മേൽ ഒരു സൗഖ്യം വ്യാപരിക്കുന്ന സമയം. ഒരുപക്ഷെ ഇത് മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിന്റെ കുടുംബത്തിലേക്ക് ദൈവം കയറി വരുന്ന സമയം, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിക്കുന്ന സമയം. ഞാൻ ഒരുപാട് പ്രാവശ്യം ജീവിതത്തിൽ പരാജയപ്പെട്ടു. ഇതാ നീ വിജയിക്കാൻ പോകുന്ന സമയം ദൈവം ഒരുക്കുന്നു. നിന്റെ വിജയം ദൈവം ഒരുക്കുന്നു. നിന്റെ പ്രതിസന്ധികളെ ദൈവം മാറ്റാൻ ഒരുങ്ങുന്നു. കരങ്ങൾ അടിച്ച് ചേർന്ന് പാടാം. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഒന്ന് പാടിക്കുന്നവരോ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും
യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. എല്ലാവരും കരമടിച്ച്, 4 വശങ്ങളിലായി നിൽക്കുന്നവർ കരങ്ങളെ അടിച്ച് ഈ പാട്ടിന്റെ അർത്ഥം അറിഞ്ഞ് ഇന്ന് മുമ്പേ കേട്ട വചനം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. തകർന്നു നിൽക്കുന്ന ഒരു കുഷ്ഠരോഗി, ആരുമില്ലാത്ത ഒരാൾ, എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരാൾ, ശരീരത്തിൽ മാരകമായൊരു രോഗം, അതും ക്രിട്ടിക്കൽ സീരിയസ് കണ്ടീഷൻ. ആ സമയത്ത് യേശു ആ വ്യക്തിയെ കൈ നീട്ടി തൊട്ടു, കൈ നീട്ടി സ്പർശിച്ചു. ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനയോടെ വന്നിരിക്കുന്നവരെ യേശു കൈ നീട്ടി തൊടുന്ന സമയമാണിത്. യേശു കൈ നീട്ടി തൊടുന്ന സമയമാണിത്. ഇത് വിടുതലിന്റെ സമയമാണ്. ഇത് ദൈവം ഒരുക്കിയ ഒരു സമയമാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. യേശുവേ Jesus, 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 hallelujah, Jesus, hallelujah, 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 യേശുവേ ആരാധന, hallelujah, hallelujah, hallelujah. പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങൾ ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഭാരങ്ങൾ ഇതൊരു സാക്ഷ്യമായി പറയാൻ ഇടവരണം. ഞാൻ ശാപങ്ങൾ, പിന്നെയോ സൗഖ്യമായ രോഗങ്ങൾ, ആരുടെയും കഴിവുകൊണ്ടല്ല, യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിൻ നാമത്തിൽ. സർവശക്തനായവനേ. ആമേൻ, ആമേൻ. ഇരിക്കാം, ഇരിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ വചനത്തിന്, മുമ്പേ പറഞ്ഞ ഈ വചനത്തിന് നമ്മുടെ ജീവിതവുമായി ഒത്തിരി ബന്ധമുണ്ട്. യേശു എന്നെ കൈ നീട്ടി തൊടും. ആമേൻ. ഇത് ഞാൻ പറയാതെ തന്നെ പലരുടെ അനുഭവമായി മാറും. പലരും ഇടപെട്ടിട്ട് നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ദൈവം, യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പം അത് വിടുതലായി മാറിയിരിക്കും. എനിക്ക് കിട്ടിയ ഈ സമയം
ഞാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇതൊരു കൺവെൻഷൻ്റെ ആദ്യ ദിവസമാണ്. ഈ ദിവസം കേൾക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുതലുള്ള ഒരു വാക്യമാണ് ശ്രദ്ധിക്കുന്നത്. ഈ വാക്യം എത്ര പറയാൻ പറ്റുമോ അത്രേ പറയത്തുള്ളൂ, സ്പീഡിൽ പറയില്ല. കാരണം ഇതൊക്കെ നമ്മളെല്ലാവരും കേട്ടവരാണ് ഈ വചനങ്ങളൊക്കെ. പക്ഷേ ഈ വചനം നമ്മളിൽ അരിച്ചരിച്ചരിച്ചിറങ്ങിച്ചെല്ലണം. അതെൻ്റെ ഒരു നിയോഗമാണ്. ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണത്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിച്ചു വാങ്ങിയതുമാണ്. ആ ഒരു ധൈര്യമാണ് എൻ്റേത്. ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്ന ധൈര്യം, ദൈവം എനിക്ക് ആ ശുശ്രൂഷ തന്നു എന്നുള്ള ധൈര്യമാണ് എൻ്റെ ധൈര്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ ഹെഡിങ് എന്നറിയാമോ? മോശയെ ദൈവം വിളിക്കുന്നു എന്നാണ്. ഇതിന് ഞാൻ എന്തിനിവിടെ പ്രസംഗിക്കണമെന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത്രമാത്രം പ്രസംഗിക്കാനുള്ള വിഷയമൊന്നും അതിനകത്തില്ലെന്ന്. മോശയെ ദൈവം വിളിച്ചു. നമ്മളൊക്കെ ഇത് കൊച്ചു കുട്ടികൾക്ക് വരെയും ഇത് സുപരിചിതമാണ്. പക്ഷേ ഇതൊക്കെ വലിയ വലിയ ദൈവത്തിൻ്റെ ഉത്തരങ്ങളാണ്, അടയാളങ്ങളാണ്. 3-ാം അധ്യായം വായിക്കുന്നതിന് മുമ്പ് 22-ാം അധ്യായം 23-ാമത്തെ വാക്യം എന്നറിയാമോ? ഞാൻ വായിച്ചു കേൾക്കുന്നത് നിങ്ങളുടെ ചെവികളിലെങ്കിലും ഒന്ന് അത് മുഴങ്ങട്ടെ. ആ വാക്യം ഇങ്ങനെയാണ്: കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് അങ്ങ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു. മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നല്ല കേട്ടോ, പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ചു? നെടുവീർപ്പെട്ട് നിലവിളിച്ചു. ഭയങ്കര ഒരു പ്രാർത്ഥനയാണ്. എന്താ അവർ പ്രാർത്ഥിക്കാൻ കാരണം? അവർ ഒത്തിരി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്കായിരുന്നു. ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ പ്രശ്നത്തിലുള്ളവർ, പ്രതിസന്ധിയിലുള്ളവർ, പ്രയാസത്തിലുള്ളവർ? എല്ലാവരും ശ്രദ്ധിക്കണം. കാണുമ്പോൾ ആർക്കും ഒരു വിഷയവും ഇല്ല. അടുത്തറിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്നേക്കാൾ വലിയൊരു വിഷയത്തിലാണല്ലോ ഈ വ്യക്തിയുള്ളത്. നിങ്ങളെ കണ്ടാൽ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ നിങ്ങൾ കരയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചതോ? അവിടെ എല്ലാവരോടും വർത്താനം പറഞ്ഞ് നടന്നതോ? ഇത്രയും സങ്കടവും ചുമന്നുകൊണ്ടാണോ നിങ്ങൾ നടക്കുന്നത്? ആരെ അറിയിക്കണ്ടല്ലോ. ആരോടെങ്കിലുമൊക്കെ നമ്മുടെ സങ്കടം പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിന്ന് അവർ അയ്യോ പാവം എന്നൊക്കെ പറയും. അങ്ങോട്ട് മാറി നിന്നേച്ച് അവർ ചിലപ്പോൾ പരിഹസിച്ചു എന്ന് വരും, ചിരിച്ചു എന്ന് വരും. ഇല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരോട് അവർ വില്ലാതെ പറഞ്ഞെന്ന് വരും അതൊക്കെ. പക്ഷേ ഒരു ദൈവത്തെ അറിയാം. എൻ്റെ വിഷയം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ഉടനെ അടുത്ത വീട്ടിലേക്ക് ഓടിച്ചെല്ലില്ല. അവിടെ ചെന്ന് എൻ്റെ വിഷയം അവരോട് പറയില്ല. എൻ്റെ ഒരു വിഷമം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ എൻ്റെ ദൈവം അത് അപ്പുറത്തെ ഒരു സ്ഥലത്ത് പോയി ആ വീട്ടുകാർക്ക് അവന് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം ഇരുന്ന് ചിരിക്കില്ല. പിന്നെയോ എൻ്റെ വിഷയം ദൈവത്തോട് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ എൻ്റെ വിഷയത്തിൽ ദൈവം വിടുതലുകളെ അയക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിൽ ദൈവം പരിഹാരം കൊണ്ടുവരും. ആ വാക്യം എങ്ങനെ എഴുതിയിരിക്കുന്നറിയാമോ? ഇസ്രായേൽ ജനങ്ങൾ വലിയൊരു പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് അവർ തെരഞ്ഞെടുത്ത വഴി ഏതാണെന്നറിയാമോ? നെടുവീർപ്പെട്ട് നിലവിളിച്ചു. പ്രാർത്ഥനയുടെ വഴിയാണ്. ഹല്ലേലൂയ. നിങ്ങളെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിടുതൽ ആഗ്രഹം ഉണ്ടോ? എങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ട വഴിയാണ് പ്രാർത്ഥനയുടെ വഴി. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നാളുകളായി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടാത്ത എത്രയോ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് പരിഹരിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇപ്പോൾ ഒരു പ്രശ്നം വരുവാണെന്നിരിക്കട്ടെ. ആ പ്രശ്നത്തെ നോക്കി
അയ്യോ പ്രശ്നം, അയ്യോ പ്രതിസന്ധി, അയ്യോ കഷ്ടം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്നുവരെയും ഒരാളുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് പേര് അങ്ങനെയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ്. അവരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, അപ്പുറത്തെ ആൾക്കാരോട് പറഞ്ഞു. കഷ്ടം, പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ വന്നത്. ഞാൻ എത്രയോ ധ്യാനങ്ങൾക്ക്, ശുശ്രൂഷകൾക്കൊക്കെ പങ്കെടുത്തു. ഞാനൊരു ശുശ്രൂഷകനാണല്ലോ, എന്നിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ ഉണ്ടായത്. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ആരാധിക്കുന്നില്ല, ഇനി ഞാൻ ശുശ്രൂഷ എന്നൊക്കെ അല്പം മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊരു നിലപാടെടുത്തത് കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. ഇങ്ങനെയാണ് പ്രശ്നത്തെ നോക്കി പറയുന്നതെങ്കിൽ പിശാചിന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴി വലുതാകും. പിശാചിനിപ്പോൾ നിന്നെ തകർക്കാൻ, കീഴ്പ്പെടുത്താൻ, ഡെസ്പാക്കാൻ, ഡൗൺ ആക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പിശാചിന് കയറി വരാനുള്ള വഴി വലുപ്പമുള്ളതായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രതിസന്ധികളെ, പ്രയാസത്തെ നോക്കി എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, എൻ്റെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവമേ ഈ വിഷയത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങും. ഞാൻ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങും. എൻ്റെ ജീവിതത്തിലേക്ക് പിശാചിന് കടന്നു വരാനുള്ള വഴി ചെറുതായി 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 അവസാനം അത് പേസ്റ്റ് ചെയ്ത് അടയ്ക്കും. ദൈവാനുഗ്രഹത്തിന്റെ വഴി നേരത്തെ ഉള്ളതിനേക്കാൾ വലുതായി വലുതായി മാറും. ഇത് ശുശ്രൂഷയുടെ സമയത്ത് സംഭവിക്കണം. ഇത് പ്രാർത്ഥനയുടെ ഈ സമയം സംഭവിക്കണം. എന്തൊക്കെയോ പ്രസംഗം കേട്ടു, എന്തൊക്കെയോ ഒരു പാട്ടുപാടി, കരമുയർത്താൻ പറഞ്ഞു, കരമുയർത്തി, അങ്ങനെ ഒരു ചടങ്ങും ഭാഷണമായി ഈ ഗേറ്റ് കടന്നു പോയി എന്ന് കൊണ്ട് യാതൊരു വിധ പ്രയോജനവുമില്ല, വലിയ ഗുണമൊന്നും കിട്ടാനുമില്ല. പക്ഷെ പിശാചിന് എൻ്റെ ജീവിതത്തിലേക്ക് ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്ന വഴി പേസ്റ്റ് ചെയ്ത് അത് അടച്ചു തേച്ച് ആ ഗ്യാപ്പ് അടയ്ക്കണം. എന്നിട്ട് ഇപ്പുറ സൈഡിലുള്ള ദൈവാനുഗ്രഹത്തിന്റെ വഴി കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ വലുതാക്കണം. പറ്റുമോ? സാധിക്കുമോ? ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇത് അനുഭവമാണ്, ഇത് അനുഭവമാണ്. ഇപ്പൊ പറയില്ലേ, ഭയങ്കര പാറ്റയുടെ ശല്യമാണ് മുറിയിൽ. നമ്മളപ്പോൾ ദേഹത്തടിക്കുന്ന സ്പ്രേ മുറിയിൽ അടിച്ചാൽ പാറ്റയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പാറ്റ അവിടെ തന്നെ ഇരിക്കും. ഇച്ചിരി മാറി അപ്പുറത്തെ അലമാരിയുടെ അവിടെ പോയിരിക്കും സേഫായിട്ട്. അപ്പോൾ അറിവുള്ളവർ പറയാം, അവിടുന്ന് ആ കടയിൽ പോയി ആ ഹിറ്റ് മേടിച്ചോണ്ട് വാ, അങ്ങനെ ഒരു സാധനം മേടിക്കാൻ കിട്ടും. ആ റൂമിലേക്ക് ഒന്ന് അത് സ്പ്രേ ചെയ്യാൻ പറയും. അതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആ മരുന്നിന്റെ മുമ്പിൽ. അത് ചത്ത് മലക്കും. വൈകുന്നേരം ആകുമ്പോൾ നോക്കും വേണം അലുമാരിയുടെ സൈഡിലും കട്ടിലിൻ്റെ അടിയിലും ഒക്കെ പാറ്റ ചത്ത് മലന്ന് കിടക്കുന്നത്. ആ ഒരു കാര്യത്തിന് നമ്മൾ എടുത്ത നിലപാടെന്താ? ഒരു പാറ്റയെ മുറിയിൽ നിന്ന് ഒഴിവാക്കാൻ അതിനേക്കാൾ ശക്തമായ ഒരു ആയുധമാണ് എടുത്തത്. ഇന്നലെ ഒരു സ്ഥലത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഈച്ച ഈ കണ്ണിന്റെ ഭാഗത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട്. ഞാൻ ഇങ്ങനെ ആക്കി നോക്കി ഈച്ച പോകുന്നില്ല. രണ്ട് കൈയും എടുത്ത് അടിച്ചു നോക്കി, ഈച്ച പോകുന്നില്ല. ചില പ്രാവശ്യം ഞാൻ ആ ഈച്ചയെ അടി എനിക്കിട്ട് തന്നെ കൊണ്ടു. കണ്ണിൽ പോലും കാണാൻ കഴിയില്ലാത്ത ഈച്ചേനെ പോലും ഓടിക്കാൻ അത് ഞാൻ എടുത്ത പല അടികളും എനിക്കിട്ടാ കൊണ്ടത്. ചെറിയ ഈച്ചനെ ഓടിക്കാൻ പോലും തോറ്റുപോയി. കണ്ണിന്റെ വട്ടത്ത് വന്ന് നിൽക്കുന്ന, നോക്കിയാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന ചെറിയ ഈച്ച തോറ്റുപോയി. ഈ ഈച്ചനെ കൊല്ലാൻ പോലും പറ്റുന്നില്ല. അത്രേ ഉള്ളൂ നമ്മൾ. ആ ഈച്ചയെ നമ്മൾ അടിക്കുന്ന പല അടികളും നമ്മുടെ ദേഹത്ത് തന്നെ വന്നു കൊള്ളും. ഈച്ചേനെ അടിച്ചത് പക്ഷെ കൊണ്ടത് എൻ്റെ മേത്താണ്, എൻ്റെ മൂക്കയിലാണ്, എൻ്റെ കണ്ണിലാണ്. നമ്മൾ അതിനേക്കാൾ ശക്തരാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണോ? നിങ്ങൾ ദൈവവചനത്തിലൂടെ കുറെ കൂടി ശക്തരാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി കേട്ടോ, ഇസ്രായേൽ ജനത്തിന്റെ മേൽ വലിയൊരു പ്രയാസമുണ്ട്, ഭയങ്കര പ്രതിസന്ധിയുണ്ട്. അവരെടുത്ത നിലപാട് ഏത് വഴിയാ എടുത്തത്? പ്രാർത്ഥനയുടെ ഒരു വഴി. ഇതാരൊക്കെ ഇന്ന് എടുക്കുന്നോ
അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ അനുഭവിച്ചിരിക്കും. അവരുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഒരു ഉത്തരം കിട്ടിയിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം സ്കൂളിലെ കോളേജ് ഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റേജോ ഓഡിറ്റോറിയമോ ആയിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ഡാൻസും പാട്ടും പ്രോഗ്രാമും നടക്കുന്ന ഒരു സ്ഥലം പോലെ അല്ല. ഇത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതിവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ദൈവീകമായ ഒരു അന്തരീക്ഷമുണ്ട്. അനേകം ആളുകൾ സങ്കടത്തോടെ ഇരുന്ന കേൾക്കുന്നത്, ഒത്തിരി പ്രതീക്ഷയോടെ ഇരുന്ന കേൾക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരുന്ന് ഈ വചനം കേട്ടെ. അടുത്ത വാക്യം നിലവിളിച്ചു. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി എവിടെ എത്തിക്കാണോ? അവരുടെ നിലവിളി എവിടെയോ എത്തി എന്ന് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. എവിടെ എത്തി? നുറക്കെ വായിച്ച് എവിടെ എഴുതിയെന്ന്? ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി എഴുതിയിട്ടുണ്ടോ നോക്കി. നിങ്ങൾ ബൈബിളുണ്ടോ നോക്കിക്കേ. ഈ വാക്യം തെറ്റാണോ ശരിയാണോ അതുപോലെ ഉണ്ടോ, ഞാൻ എന്തോരോ പറഞ്ഞാണോ നോക്കിക്കേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി എന്നൊരു വാക്കുണ്ടോ നോക്കി. എത്തിന്ന് എന്നതാ എത്തിയത്? അവരുടെ നിലവിളിയുടെ ശബ്ദം എവിടെ എത്തി? ദൈവസന്നിധിയിൽ എത്തി. അങ്ങനെയാണെങ്കിൽ കേട്ടെ, മനസ്സിലാക്കിക്കേ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എവിടെ എത്തും? ഇത് വായിക്കാൻ പ്രത്യേകം ഒരു ട്യൂഷൻ സാറിനെ വിളിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ എത്തും. ഇടയ്ക്കൊന്നും കേടാകില്ല. തൃശ്ശൂർ നിന്ന് കോഴിക്കോട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് 10 മണിക്ക് കോഴിക്കോടേക്ക് പുറപ്പെട്ട ബസ് ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന വഴിക്ക് സൈഡാക്കി കിടപ്പുണ്ട് ചിലത്. അത് കേടായിട്ട് അവിടെ നിർത്തിയിരിക്കുക. ഇനി ഡിപ്പോയിൽ നിന്ന് വണ്ടി വന്ന് ശരിയാക്കണം. അത് കോഴിക്കോടേക്ക് പോയതാണ്, പക്ഷേ കേടായി വഴി കിടക്കുകയാണ്. നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഈ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ ചെയ്ത് അയക്കാറുണ്ട്, ഉപഗ്രഹങ്ങൾ. ചിലപ്പോഴൊക്കെ അത് തെറ്റിപ്പോകും, പാളിപ്പോകും. എത്തുന്നത് വരെയും ഇങ്ങനെ നോക്കിയിരിക്കും. എത്തിക്കഴിഞ്ഞാൽ അതൊരു ആഘോഷമാണ്. ഇവിടെ നിന്ന് കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ UK ഒക്കെ പോകുന്ന ഫ്ലൈറ്റ് ഉണ്ട്. ഒന്നുകിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങി കയറി പോകേണ്ടതായിരിക്കും. പക്ഷെ ചില സമയത്ത് പേപ്പറിൽ വായിക്കാറില്ലേ, ഇവിടെ നിന്ന് ഒന്നുകിൽ ഡൽഹിക്ക് പോയ വിമാനം യന്ത്ര തകരാറ് മൂലം ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറക്കി. ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. അത് പോയത് ഡൽഹിക്കാണ്, പക്ഷേ ഒരു യന്ത്ര തകരാറ് മൂലം അടിയന്തിരമായി അത് അടുത്ത എയർപോർട്ടിൽ ഇറക്കി. അതൊന്നും ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല, ചിലപ്പോൾ കേടാവും, ബ്രേക്ക് ഡൗൺ ആവും. പക്ഷെ ഇവിടെ എല്ലാവരും കേട്ടെ, സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥന എവിടെയും ബ്രേക്ക് ഡൗൺ ആകില്ല, എവിടെയും അത് നഷ്ടപ്പെട്ടു പോകില്ല. അതെവിടെ എത്തും? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവസന്നിധിയിൽ. അടുത്ത വാക്കെന്നാ? എത്തും എന്ന് പറഞ്ഞ് എത്തും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ധൈര്യം. അതാണ് നമ്മുടെ ധൈര്യം. നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളെന്നുള്ളതല്ല എൻ്റെ ധൈര്യം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുന്നു, നാളെ നിങ്ങൾ എന്നെ എതിർത്തേക്കാം, നാളെ നിങ്ങൾ എന്നെ പരിഹസിച്ചേക്കാം, നാളെ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, നാളെ നിങ്ങൾ ചിലപ്പോൾ എന്നെ അടിക്കാൻ കൈ ഓങ്ങിയെന്ന് വരാം. സാഹചര്യങ്ങൾ എങ്ങനെയും മാറാം. പക്ഷെ എൻ്റെ ധൈര്യം എന്താണ്? നിങ്ങൾ എൻ്റെ ധൈര്യമാണെങ്കിൽ നിങ്ങൾ എന്നെ എതിർക്കുമ്പോൾ എൻ്റെ ധൈര്യം പോകും. എൻ്റെ ധൈര്യമാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ധൈര്യം, എൻ്റെ ബലം. ഹല്ലേലൂയ. ആ ധൈര്യം ഒന്ന് സ്വീകരിച്ച് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ എഴുതിയിട്ടുണ്ട്, ദൈവസന്നിധിയിൽ ആദ്യം എത്തി. ഇനി അടുത്ത 3-ാമത്തെ അധ്യായം വായിക്കാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ സംഭവിച്ച കാര്യമാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ. ദൈവം അവിടെ ഇടപെട്ടു. ആരിടപെട്ടു? സർവശക്തനായ ദൈവം
നിന്റെ പ്രയാസത്തിൽ ഇടപെടുന്നത് നിസ്സാരമായി കണ്ടേക്കരുത്. ഗൗരവമുള്ള കാര്യമാണ്. അപ്പുറത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നത് പോലെ അല്ല ഇത്. ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു ഉദ്യോഗസ്ഥൻ ഇടപെട്ടു എന്ന് പറഞ്ഞതുപോലെയല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങുമെന്ന്. അത് നിസ്സാരമല്ല, അത് ഗൗരവമുള്ള കാര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യമാണ് ഞാൻ വായിക്കാം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കാം. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അപ്പോൾ ചെയ്ത തൊഴിൽ എന്താണ്? നമ്മളത് വലിയ വില കൊടുക്കാത്ത ഒരു സാധാരണ ജോലി, ബിടെക്കാരനോ എംടെക്കാരനോ ചെയ്യുന്ന ജോലി പോലത്തെ വലിയ ഹൈഫൈ ജോലിയൊന്നുമല്ല. കുറെ ആടുകളെ ഇങ്ങനെ തീറ്റാൻ കൊണ്ടുപോവുക, വെള്ളം കൊടുക്കുക, മൃഗങ്ങളൊക്കെ പിടിക്കാതെ, കാട്ടുമൃഗങ്ങൾ പിടിക്കാതെ സേഫായിട്ട് സംരക്ഷിക്കുക. ഇത് ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു മോശയുടേത്. അടുത്ത വാക്യം, അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് അപ്രഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ. അടുത്ത മലയാള വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബൈബിളിൽ: ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ. എന്താ അടുത്ത വാക്യം? എത്തിച്ചേർന്നു. അത് ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നവരാണ്. ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു പലരും, ഇന്ന് എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ദൈവീക ഇടപെടൽ എന്ന ഒരു പദ്ധതി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവാൻ ഒരവസരം ഉള്ളത് കൊണ്ടാണ് ദൈവം മോശയെ അവിടെ കൊണ്ടു ചെന്നത്. അങ്ങനെ വിശ്വസിച്ചേ. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ ഇന്ന് വന്നത് ഒരു ഫ്ലെക്സ് കണ്ടതുകൊണ്ടോ, ഒരു നോട്ടീസ് കണ്ടതുകൊണ്ടോ, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ടോ അല്ല. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിന്റെ പിറകിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ആലയത്തിൽ എത്തിച്ചേർന്നത്. അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളെ കുറെ കൂടി വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളുടെ പ്രതിസന്ധികളിൽ ദൈവം ഇടപെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നാണ്. നാളുകളായി നോക്കിയിട്ടും പരിഹരിക്കാത്ത വിഷയം ദൈവം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ എത്തിച്ചേരലിന്റെ പിന്നിൽ പോലുമുള്ള ദൈവ പദ്ധതി. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നോർമലായിട്ട് ചിന്തിക്കരുത്. നോർമലായി ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേർന്നതാ, അതൊക്കെ അങ്ങനെ നടക്കുന്നതാ, അങ്ങനെ ചിന്തിക്കരുത്. എല്ലാത്തിന്റെ പിന്നിലും ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ഒന്നും ഈ കസേരയിൽ കൂടെ നിങ്ങൾ വന്നിരിക്കത്തില്ല. ഇത്രയും സഹിച്ചൊന്നും ഇരിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. മനുഷ്യനൊന്നും ഇങ്ങനെ മണിക്കൂറുകളൊന്നും ഇരിക്കത്തില്ല. വേഗം വേഗം കാര്യം നടത്തി പോവും. ബന്ധുക്കളുടെ വീട്ടിൽ പോയാൽ തന്നെ നമ്മൾ ചോദിക്കില്ല, എന്താ ഇത്ര തിരക്ക്, എന്താ ഇത്ര തിരക്ക്? അല്ല, എനിക്ക് 11 മണിക്ക് പോകണമെന്നേ, എനിക്ക് പോയിട്ട് അവിടെ ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ട്, തിരക്കാണ്. എന്തേ തിരക്കില്ലാത്തത്? നിങ്ങൾ എന്താ ഇവിടെ ഇരുത്തിയത്? തിരക്കില്ലാഞ്ഞിട്ടല്ല, നിങ്ങളെ ഏതോ ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. എത്തിച്ചേർന്നതാ, ദൈവം കൊണ്ടുവന്നതാ. ഇവിടെ ദൈവം എത്തിച്ചേർന്നതാ. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ രക്ഷിക്കാനായിരിക്കും ഈ ശബ്ദം ഇന്ന് നിന്റെ ചെവികളിൽ ദൈവം എത്തിച്ചത്. ദൈവം എത്തിച്ചത് അതിനുവേണ്ടിയായിരിക്കും. ഒരുപക്ഷെ പോയി മരിച്ചാലോ, ജീവിക്കണോ വേണ്ടയോ, പോയി മരിച്ചാലോ എന്നൊക്കെ ഇന്നലെയും കൂടെ ചിന്തിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങിയത്. ഞാനായിരിക്കും ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചെവിയുടെ ഇപ്പുറത്തെ സൈഡിൽ ദൈവവചനം ഇങ്ങനെ മുഴങ്ങുവാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഈ ശബ്ദം പോലും മുഴങ്ങുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ലോകത്തിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതൊക്കെ നിന്റെ ചെവികളിൽ മുഴങ്ങിയിട്ട് അതൊക്കെ പണ്ടേ മറന്നു, നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദൈവവചനത്തിന്റെ ശബ്ദം നിന്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തും. നിനക്ക് രക്ഷ തരും, നിനക്ക് മാനസാന്തരം തരും, നിനക്ക് വിടുതൽ തരും, സൗഖ്യം തരും. അത് ദൈവത്തിന്റെ സ്വരമാണ്. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അടുത്ത കാര്യം, പ്രാർത്ഥിച്ച 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം പ്രാർത്ഥനയാണെങ്കിൽ
മൂന്നാം അധ്യായം ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. പ്രാർത്ഥനയുടെ ഒരു രണ്ടാം അധ്യായം ഉണ്ടെങ്കിൽ ദൈവീക ഇടപെടലിൻ്റെ മൂന്നാം അധ്യായം ആരംഭിക്കും. ഹല്ലേലൂയ. ഇത് ബൈബിളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുണ്ട് ഇങ്ങനെ ഒരു മൂന്നാം അധ്യായം. ദൈവം ഇടപെടുന്ന അധ്യായമാണ് മൂന്നാം അധ്യായം. മോശയെ ദൈവം വിളിച്ചു, ദൈവത്തിൻ്റെ മലയിൽ എത്തിച്ചേർന്നു. അവിടെ അടുത്ത വാക്യം കേട്ടോ. അടുത്ത വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചോ, വേണമെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ ശ്രദ്ധിക്കാം. അവിടെ ഒരു മുൾപടർപ്പിന്റെ, എന്തിൻ്റെയാ? ഈട്ടിത്തടിയുടെയോ തേക്കിൻ തടിയുടെയോ മധ്യത്തിലല്ല. എവിടെയാണ്? നമ്മൾ പറയില്ലേ മുൾപടർപ്പോ? അതൊക്കെ പുറങ്കാല് കൊണ്ട് തള്ളിയിടുന്ന സാധനമാ മുൾപടർപ്പ്. നമ്മളൊന്നും ഒരു പരിഗണനയും കൊടുക്കാത്ത സാധനമാ മുൾപടർപ്പ്. നമ്മളൊക്കെ നോക്കുന്നത് തേക്കിൻ തടിയും ഈട്ടിത്തടിയും അതുപോലെ നല്ല തലയെടുപ്പുള്ള മരങ്ങളൊക്കെയേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഈട്ടിത്തടിയെയോ വലിയ വലിയ തലയെടുപ്പുള്ള ഒരു മരത്തെ അല്ല കേട്ടോ. നമ്മുടെ മുറ്റത്ത് നിന്ന് പോലും തൂമ്പ കൊണ്ട് ചെത്തി വരിഞ്ഞ് കൂട്ടി അപ്പുറത്തിട്ട് തീയിട്ട് കളയുന്നതാണ് മുൾപടർപ്പ്. മുൾപടർപ്പ് ഒരു വിലയില്ല. മനുഷ്യൻ ചെരുപ്പിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടുള്ളൂ. ഇത്രയാകുമ്പോഴേ വലിച്ചു പറിച്ച് ദൂരെ കളയും. എന്ത്? മുൾപടർപ്പ്. അതിൻ്റെ മധ്യത്തിൽ എന്ത് നടന്നു? ജ്വലിച്ചുയരുന്ന ഒരു അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മുൾപടർപ്പ് ആരാണ് ഇന്ന്? ഈ മുൾപടർപ്പിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ. ഈ മുൾപടർപ്പ് ആരാ? നമ്മൾ പറയില്ലേ അയാളാ വലിയ പ്രാർത്ഥനക്കാരൻ, അയാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടൂ. ഞാനൊന്നും ഒരു പ്രാർത്ഥന ഇല്ലാത്ത ആളാ, ചീഞ്ഞ ആളാ. എൻ്റെ വീട് ഒരു നശിച്ച വീട്, എൻ്റെ വീടൊരു പൊട്ട വീട്, ശപിക്കപ്പെട്ട വീടാ എൻ്റെത്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരു പ്രാർത്ഥനയില്ല. ഈ പറയുന്ന ഞാനാ മുൾപടർപ്പ്. ദൈവം എന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന വലിയ കേമന്മാരെ ഒന്നും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഇന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുൾപടർപ്പാ. ചിന്തിച്ചു നോക്കിയോ, പഠിച്ചു നോക്കിക്കോ. നമ്മൾ വിചാരിക്കും അപ്പുറത്തെ തേക്കുംതടി ഉണ്ടായിരുന്നല്ലോ, ഈട്ടിത്തടി ഉണ്ടായിരുന്നല്ലോ, വലിയ വലിയ കേമന്മാരും കൊമ്പന്മാരും മിടുക്കന്മാരും വലിയ വലിയ ടീം ഉണ്ടായിരുന്നല്ലോ. എന്തിന് മുൾപടർപ്പ്? അത് മുഴുവൻ മുള്ളല്ലേ. ദൈവത്തിന് അതിനെ ചിലപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റും. മുൾപടർപ്പ് അതിൻ്റെ മധ്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കത്തിജ്വലിച്ചിരുന്നു. അവൻ ഉറ്റുനോക്കി. എന്നിട്ട് എന്നാ കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, ഉറ്റുനോക്കി. മുൾപടർപ്പ് ഒന്ന് വായിച്ചേ. മുൾപടർപ്പ് എന്താ എഴുതിയിരിക്കുന്നത്? മുൾപടർപ്പ് കത്തിജ്വലിച്ചു. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എങ്കിലും അത് നിങ്ങളാണ് ശ്രദ്ധിച്ചു. മുൾപടർപ്പ് ഈ ഒരു വലിയ മലയോളമുള്ള ഇത്രയും ഭാഗത്തുള്ള മുൾപടർപ്പ് കത്തിത്തീരാൻ 1/2 മണിക്കൂർ വേണ്ട. അത് ആ തീ അങ്ങ് കൊടുത്ത പാടൊരു ഒറ്റ ആളിൽ അങ്ങ് തീരും. മോശ കണ്ടു മുൾപടർപ്പാണ്, 15 മിനിറ്റ് കൊണ്ട് കത്തിത്തീരേണ്ടതാണ്. പക്ഷേ ഞാൻ കുറെ നേരമായി ഇങ്ങനെ നോക്കി നിൽക്കുന്നു, എന്നിട്ടും ആ മുൾപടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ല. എന്നിട്ട് മോശ പറയുന്നു, ആ മഹാദൃശ്യം, ഒരു മുൾപടർപ്പ് കത്തുന്നത് ദൃശ്യമാണ്, മഹാദൃശ്യമാണോ? മുൾപടർപ്പ് കത്തുന്നത് പോലും മഹാദൃശ്യമാക്കിയവനാണ് എൻ്റെ ദൈവം. നിന്നെ ദൈവത്തിന് മഹാസംഭവമാക്കാൻ ദൈവത്തിന് സാധിക്കും. മുൾപടർപ്പ് കത്തുന്നത് ആര് ശ്രദ്ധിക്കൂന്നാ പറയുന്നേ? പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു നിലയിൽ അവിടെ എത്തിച്ചു. ഹല്ലേലൂയാ, ഒന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയാ. നമ്മളാണിത്, ഞാനാണിത്. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഞാനാണല്ലോ ഇതെന്ന്. മോശ കണ്ടു. ഇതെന്തിനാ മോശയെ കാണിച്ചത്? ഇനി ഞാൻ ശ്രദ്ധിച്ചു പറയാം, നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേവലം ഇതൊരു പ്രഭാഷണമോ പ്രസംഗമോ അല്ല, ഒരു ദൈവികമായ ഒരു സന്ദേശമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ബലം തരുന്നതാ കേട്ടോ. മോശ എന്തിനാ ഇത് കാണിച്ചത്? മോശയോട് ദൈവം പറഞ്ഞതാണിത്. മോശേ, ഈ മുൾപടർപ്പ് പോലെയാ നീ. ഒരുപാട് പ്രശ്നങ്ങൾ മാനെ നിന്റെ ജീവിതത്തിൽ വന്ന് ഇതുപോലെ കത്തും. കൂടെ നിൽക്കുന്നവർ ഒറ്റപ്പെടുത്തും. നീ പ്രശ്നത്തിൽ നിന്ന് കത്തും. ചിലര് പറയാറില്ലേ, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. ഇങ്ങനെയാ പറയുന്നേ. മോശയെ ദൈവം കാണിച്ചു. പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, വെല്ലുവിളികൾ വരും. നീ പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെയും മുമ്പിൽ നിന്ന് കത്തും. പക്ഷെ ഒരു പ്രശ്നം,
പ്രശ്നങ്ങൾ നിന്ന് കത്തിയാലും നീ ചാമ്പലായി പോകത്തില്ല, നീ ചാരമായി പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തോന്നും, ഇത് എൻ്റെ ജീവിതത്തെ നോക്കിയിട്ടാണോ എഴുതിയത്? ചില ആൾക്കാരോട് നമ്മൾ ചോദിച്ചു, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ എങ്ങനെയാ പിടിച്ചു നിന്നത്? അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇത്രയും വലിയ പ്രശ്നത്തെ നേരിടാൻ. എന്തു പ്രശ്നങ്ങൾ വന്ന് കത്തിക്കോട്ടെ, ദൈവ സാന്നിധ്യം ഉണ്ടോ നിന്നിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തെ തകർത്തു കളയാൻ ആ പ്രശ്നത്തിന്റെ തീക്ക് സാധ്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ബൈബിൾ മുന്നോട്ട് വായിച്ചു പോകാൻ കാണാൻ പറ്റും, മോശ ഇതുപോലെ വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് വേദനിച്ചു. പക്ഷെ മോശയെ ആ രാജ്യത്തെ രാജാവിന് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മോശയുടെ ശബ്ദം രാജ്യത്ത് അഗ്നി ശബ്ദം പോലെ മുഴങ്ങി. ദൈവത്തിന്റെ അത്ഭുതം അവിടെ നടന്നു. ഇതുപോലെ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. 4-ാമത്തെ വാക്യം, അത് അവന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. മോശ പറഞ്ഞു, ഒന്ന് വായിച്ച എന്നാ പറഞ്ഞെന്ന്. 4-ാമത്തെ വാക്യം, അവൻ അത് കാണുന്നത് വേണ്ടി അടുത്തേക്ക് ചെല്ലുന്നത് ആര് കണ്ടു? നാട്ടുകാർ കണ്ടു എന്നാണോ എഴുതിയിട്ടുള്ളത്? അതോ അവന്റെ കുടുംബക്കാർ കണ്ടു എന്നാണോ? ദൈവം കണ്ടു എന്നാണോ? ഇതുപോലെ ദൈവവചനം കേൾക്കുവാൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ കയറി വരുന്നത് ദൈവം കണ്ടിട്ടുണ്ട്, കർത്താവ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ആലയത്തിൽ ഈ കസേര വന്നിരിക്കുന്നത് ദൈവം കണ്ടിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് മരുഭൂമിയിലാണ്. ഇതുപോലെ ഹൈവേയുടെ അടുത്തൊന്നുമല്ല, ഇതുപോലെ വലിയ പട്ടണമോ ടൗണോ 4 വരി പാത പോകുന്ന സ്ഥലമോ ഒന്നുമല്ല. മരുഭൂമിയാണ്, ആളും അർത്ഥവുമില്ലാത്ത സ്ഥലമാണ്. മോശ മരുഭൂമിക്കകത്ത്, മരുഭൂമിയിൽ കൂടെയുള്ളത് ആടുകൾ മാത്രമാണ്, മറ്റിടയന്മാർ പോലും കൂടെയില്ല. പക്ഷെ മോശ ആ ദൃശ്യം കാണാൻ അടുത്തു ചെന്നത് കർത്താവ് കണ്ടു. അങ്ങനെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് ദൈവം കാണുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുന്നത് ദൈവം കാണുന്നുണ്ട്, നിന്റെ അകത്തു നിന്നെ വേദനിപ്പിക്കുന്ന പ്രയാസം ദൈവം കാണുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കരം വീശി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം ഒന്ന് പാടിയേ. ഓ ഈ ദൈവം എന്റെ ദൈവം ഒന്ന് പാടി എല്ലാവരും. അല്പം കൂടി സ്വരം ഉയർത്തി ഒന്ന് എല്ലാവരും പാടാമോ? ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ, ഈ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം. വിശ്വാസത്തോടെ പറഞ്ഞു, ഈ താതൻ എന്റെ താതൻ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെ അർത്ഥമുള്ള ഗൗരവമുള്ളൊരു വാക്കാണ്. മോശ ആ മഹാദൃശ്യം കാണാൻ അടുത്തു ചെന്നപ്പം മോശയെ ദൈവം എവിടുന്നാ വിളിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. മുൾപടർപ്പിന്റെ നടുക്ക് നിന്നിട്ട് മോശയെ ദൈവം വിളിച്ചു. അപ്പോൾ ദൈവം എവിടെ നിന്നത്? മുൾപടർപ്പ്, അയ്യോ നിറച്ച് മുള്ളുള്ള മുള്ളിന്റെ നടുക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കില്ലേ, ദൈവം അങ്ങനെ അവരുടെ അടുത്തേ ദൈവം നിൽക്കത്തുള്ളൂ, ദൈവം നമ്മുടെ അടുത്ത് നിൽക്കത്തില്ല. നീ മുൾപടർപ്പാണെന്ന് സ്വയം തോന്നിയാലും നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം വന്ന് നിൽക്കും. അതുകൊണ്ടാ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും കുഞ്ഞെ നീ തോറ്റുപോകാതിരുന്നത്, നീ പലപ്പോഴും നശിച്ചില്ലാതാകാതിരുന്നത്. നിന്റെ കഴിവുകൊണ്ടും മിടുക്കൊണ്ടും സർട്ടിഫിക്കറ്റ് കൊണ്ടും മാത്രമല്ല, നീ പോലും അറിയാതൊരു ദൈവം നിന്റെ അകത്ത് നിപ്പുണ്ടായിരുന്നു, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. നിന്റെ കൂടെ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതാണ് കത്തിച്ചാമ്പലാകാതിരുന്നത്. പല പ്രശ്നങ്ങളും, കുടുംബ പ്രശ്നം, ജീവിത പങ്കാളിയുടെ പ്രശ്നം, മക്കളുടെ പ്രശ്നം ഒക്കെ വന്നപ്പം തകർന്ന് തരിപ്പണമായി പോകേണ്ടവരായിരുന്നു പലരും. എന്നിട്ടും പിടിച്ചു നിന്നതോ, ഓ ആ വ്യക്തി എൻ്റെ കൂടെ നിന്നോണ്ടല്ല, എൻ്റെ കൂടെ നിൽക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഒരു ദൈവം സത്യസന്ധമായി വീട്ടിൽ പോയി പ്രാർത്ഥനാ മുറിയിൽ കയറി സത്യസന്ധമായി ഡയറിയിൽ എഴുതിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ
കൂടെ നിന്ന ദൈവത്തെ കാണാൻ പറ്റും. ആരെ? കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിൽക്കാത്ത സമയം വന്നിട്ടുണ്ട്. സ്നേഹിക്കേണ്ടവർ പോലും കുറ്റം പറഞ്ഞു നിന്ന സമയമുണ്ട്. സപ്പോർട്ട് ചെയ്യേണ്ടവർ പോലും വിമർശനത്തോട് വിമർശനമായിരുന്നു. എന്നിട്ടും എങ്ങനെയാ പിടിച്ചു നിന്നത്? കഴിവ് കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ബാങ്ക് അക്കൗണ്ട് ബലത്തിലല്ല, കുറെ സ്വർണ്ണമുണ്ട് അതിന്റെ ബലത്തിലല്ല. ദൈവം എൻ്റെ അകത്തുള്ളത് കൊണ്ട്, ദൈവം എൻ്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ട്, ദൈവം എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, അതുകൊണ്ടൊക്കെ നമ്മൾ പിടിച്ചു നിന്നത്. അല്ലെ, ഡൗൺ ആയി ഡെസ്പായി പോയത്. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്ത കാര്യം എഴുതിയിരിക്കുകയാണ്. ദൈവം മോശയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോശ പറഞ്ഞു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, ചെരിപ്പൂരിക്കള, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഇനി ഈ സമയക്കുറവുള്ളത് കൊണ്ട് ഞാനത് വേഗത്തിൽ പറയുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ നീ മോചിപ്പിക്കണം. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവം പ്രാർത്ഥനയ്ക്കുത്തരമായൊരു വിടുതൽ കൊണ്ടുവരുക. ഇത് വായിച്ചു പോകുമ്പോൾ ശരിക്കും ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ദൈവം പ്രാർത്ഥനയ്ക്കുത്തരമായി വിടുതൽ കൊണ്ടുവരുന്നത്. അപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇസ്രായേൽ മക്കളെ കൊണ്ടുവരാൻ, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ ഈ ഞാൻ ആരാണ്? ദൈവത്തിന്റെ ഒരു ക്ഷണം വന്നപ്പോൾ മോശയുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നത് മോശയ്ക്കുണ്ടായിരുന്ന കുറവാ. ഞാൻ ആരാണ്? എനിക്ക് പറഞ്ഞാൽ തന്നെ തിരിയില്ല ആൾക്കാർക്ക്. വിക്കാണ് എനിക്ക്. എൻ്റെ ജോലി തന്നെ വലിയ സ്റ്റാൻഡേർഡുള്ള ജോലിയൊന്നുമല്ല. ആടിനെ മേയിച്ച് നടക്കലാണ്. ഞാൻ എങ്ങനെ കൊട്ടാരത്തിൽ പോകും? ഞാൻ എങ്ങനെ അത്രയും വലിയൊരു മനുഷ്യനോട് സംസാരിക്കും? ഞാൻ ആരാണ്? മോശ പുറകോട്ട് പോകാൻ തുടങ്ങി. ഇവിടെ എല്ലാവരും കേട്ടെ, ഒരു നല്ല വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു. മോശ തൻ്റെ കുറവ് ദൈവത്തോട് പറഞ്ഞപ്പം അകന്നു പോകുന്ന ദൈവത്തെ അല്ല കണ്ടത്. കുറവ് ദൈവത്തോട് പറഞ്ഞപ്പം കൂടെ നിന്ന് ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തെ ഈ 3-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും, എൻ്റെ കുറവ് കാണുമ്പോൾ, എൻ്റെ കുടുംബത്തിന്റെ കുറവ് കാണുമ്പോൾ ദൈവം അകന്നു പോകുമോ? നിന്റെ കുറവ് കണ്ട് അകന്നു പോകാനായിരുന്നു ദൈവത്തിന് ചിന്തയെങ്കിൽ പണ്ടേ ദൈവം നിന്നിൽ നിന്ന് അകന്നു പോയേനെ. എന്നാൽ നിന്റെ കുറവുകൾ കണ്ടിട്ട് അകന്നു പോകുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. മോശ പറഞ്ഞു, ഞാൻ ആരാണ്? നിങ്ങൾ ചിലപ്പോൾ പറയില്ല, ഞാൻ രക്ഷപ്പെടാനോ? ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ രക്ഷപ്പെടാനോ? ഇതുകൊണ്ട് എനിക്ക് ജോലി കിട്ടാനോ? പലരും നിങ്ങളോട് പറഞ്ഞു, നിന്റെ ജോലിയൊന്നും ശരിയാകില്ല, നിന്റെ കല്യാണം നടക്കത്തില്ല, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടില്ല, നീ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. ഇതൊക്കെയായിരിക്കും പലരും പറഞ്ഞത്. എന്നാൽ തുറന്ന ദൈവവചനത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു ദൈവത്തിന്റെ വാക്ക്, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ വിജയിക്കും, നിന്റെ പ്രശ്നങ്ങൾ മാറും. മാറില്ലെന്ന് പറഞ്ഞ കാര്യം പോലും ദൈവത്തിന്റെ ഇടപെടൽ മാറിയിരിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 100% വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ പറയാൻ കാരണമുണ്ട്. ദൈവം ഇടപെടുമെന്ന് പറയുന്നത് ഒരു കഥയല്ല. ദൈവം ഇടപെടുമെന്ന് പറയുന്നത് ഒരു ഭംഗി വാക്കല്ല. ഇതൊരു ഭാഷനായോണ്ട് വിളിച്ചു പറഞ്ഞതുമല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം ഇടപെടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു അപ്പനും അമ്മയും തൻ്റെ മകളെ പ്രാർത്ഥിക്കാനായി കൊണ്ടുവരുന്നു. ആ മകൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കാഴ്ച നല്ല ഭംഗിയുള്ള ഒരാളാണ്. പക്ഷേ ആ അമ്മ പറഞ്ഞു, ആ മകൾക്ക് വേണ്ടി പറയുന്നു, ഫാദർ, ഈ എൻ്റെ മകൾക്ക് ഒരിഷ്ടമുണ്ട് ഒരാളോട്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കും. അപ്പോൾ ആ അമ്മ പറഞ്ഞു, എൻ്റെ മകൾക്ക് ഇഷ്ടമുള്ളത് കല്യാണം കഴിച്ച് ഭാര്യയുള്ള മക്കളുള്ള ഒരാളെയാണ്. എന്തു ചെയ്യണം? അതൊരു വലിയ വിഷയമാണ്. ആ അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് വലിയ ദുഃഖമുണ്ട്. പക്ഷെ ആ മകളുടെ മുഖത്ത് ഒരു സങ്കടവുമില്ല. അതൊരു തെറ്റാണെന്ന് പോലുമുള്ള ചിന്ത മുഖത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണം.
എങ്ങനെയും ഈ പ്രശ്നം പരിഹരിച്ചു തരണം, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ ആ മകളോട് ചോദിച്ചു, നീ ചെയ്യുന്നത് തെറ്റല്ലേ? ശരിയല്ല. ആ വ്യക്തി വേറൊരു കല്യാണം കഴിച്ചത്, ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്. ആ വ്യക്തിയെ നീ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ലേ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു മറുപടിയുണ്ട്, തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ആ വ്യക്തിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് ശരിയല്ലെന്ന് എനിക്കറിയാം. ആ കുടുംബത്തെ തകർക്കുകയാണ്. ഈ കുടുംബത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂകമ്പമാണ് ഇന്ന് ആ വീട്ടിൽ. ആ വീട്ടിലുള്ള എല്ലാവരും ഈ വിഷയം അറിഞ്ഞു. നിസ്സാര വിഷയമല്ല, മരണത്തിന്റെ വക്കോളം വരെ നിൽക്കുന്ന വിഷയം, സമാധാനയിലെ ഭൂകമ്പം. എന്നിട്ടും ഈ പെൺകുട്ടി പറയുന്നു, എനിക്ക് മറക്കാൻ കഴിയില്ല, ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എന്തു ചെയ്യും? അവരാരും വിദ്യാഭ്യാസമില്ലാത്തവരോ ബുദ്ധിയില്ലാത്തവരോ അല്ല, നല്ല ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരുമാണ്. എനിക്കൊക്കെ പറയാനുള്ളതിന് ലിമിറ്റേഷനുണ്ട്, പരിധിയുണ്ട്. എന്താ എനിക്ക് പറയാൻ കഴിയുക? ഞാൻ പറഞ്ഞു, ഒരു കടലാസ്, ഒരു പേപ്പർ കീറിയെടുത്തിട്ട് ഒരു വചനം എൻ്റെ മനസ്സിൽ കിട്ടി. ഒരു വചനം ഞാൻ ആ കടലാസിൽ പേന കൊണ്ട് എഴുതി. അതിനാദ്യം എഴുതിയപ്പോൾ തന്നെ അത് തെളിയിലായിരുന്നു. ആ പേന ഞാൻ ഒരു സ്ഥലത്ത് വരച്ചു, വേറെ പേനയൊന്നും അവിടെ ഇല്ല, വരച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു. അതിലൊരു വായിക്കാൻ പറ്റുന്ന ഒരു വചനം എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ വ്യക്തിയോട് പറഞ്ഞാൽ ഉൾക്കൊള്ളണമെന്നില്ല, ഇഷ്ടപ്പെടണമെന്നില്ല, അവർക്ക് വേറൊരു മൈൻഡാണ്. നിങ്ങൾ എന്തായാലും ഈ വചനം വെച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കിവിടെ വേണ്ടത് മനുഷ്യൻ്റെ ഇടപെടലല്ല, ദൈവത്തിൻ്റെ ഇടപെടലാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ആ വ്യക്തിയോട് ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ. പോകാൻ നേരത്ത് ആ വ്യക്തിയുടെ ഭാര്യയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്തു ചെയ്യും? എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല, ഞാൻ പറഞ്ഞുമില്ല, ഈ വചനം മാത്രമേ കൊടുത്തുള്ളൂ. അവർ പോയി. അവരുടെ നമ്പറോ ഫോൺ നമ്പറോ കോൺടാക്ട് നമ്പറോ ഒന്നും സത്യം പറഞ്ഞാൽ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തോ മറന്നും പോയി. ഒന്നറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായി, പ്രാർത്ഥിച്ചിട്ട് ഗുണമുണ്ടായോ എന്നറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അവൾ പ്രാർത്ഥിക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. ആ വ്യക്തിയെ മറക്കാനോ ഉപേക്ഷിക്കാനും തയ്യാറല്ല. സ്ട്രോങ് ആയിട്ടായിരിക്കണത്. പക്ഷേ ആ മനുഷ്യൻ, ആ കുടുംബം ആ വചനം വെച്ചങ്ങ് പ്രാർത്ഥിച്ചു. ആ വചനം 2 മക്കബർ 8:18 2 മക്കബർ 8:18 വചനം അവർ പ്രാർത്ഥിച്ചു. അവൾ 3-4 ദിവസമായി രാത്രിയിൽ പോലും അവൾക്ക് ഉറക്കമില്ലാതായി, ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു ചോദ്യം, ഈ വ്യക്തി, ഈ മകൾ സ്നേഹിക്കുന്ന, ഈ പെൺകുട്ടി സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ ഭാര്യയാണ് ഞാനെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും? അത് അവളുടെ മനസ്സിൽ വല്ലാതെ ചിന്തിപ്പിച്ചു. അവൾക്ക് ഭ്രാന്ത് പോലെയോ ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കേണ്ട നിലയിലൊക്കെ വല്ലാണ്ട് മൈൻഡ് മാറിപ്പോയി. പക്ഷെ ഒരാഴ്ചയ്ക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ദൈവാനുഗ്രഹത്തിൽ അറിയാൻ കഴിഞ്ഞു, അവൾ പിന്മാറി എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മൾ മനുഷ്യൻ ഇടപെട്ടതല്ലത്. അവൾ ആരടുത്തും കൗൺസിലിംഗ് പോയാൽ ഉൾക്കൊള്ളില്ല. ആര് പറഞ്ഞാലും തിരിച്ച് ഡബിള് ഇരട്ടി പറയാൻ കഴിവുള്ള ആളാണ്. നമുക്കൊന്നും പറയുന്ന രീതിയിൽ പോകുന്നയാളല്ല. പിന്നെ അവിടെ ആര് പ്രവർത്തിച്ചു? സ്വന്തം അപ്പനും അമ്മയ്ക്കും പോലും നിസ്സഹായ അവസ്ഥയുണ്ട്, പ്രാർത്ഥിക്കുന്നവർക്ക് നിസ്സഹായ അവസ്ഥയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം അവിടെ ആക്റ്റീവായി. കടയിൽ നിന്ന് മേടിക്കുന്ന ഫോൺ, 10,000 രൂപയുടെ ഫോൺ, അതേ കടയിൽ നിന്ന് ഞാൻ ഒരു സിം കാർഡ് മേടിച്ചു. ഇത് രണ്ട് പാക്കറ്റിനകത്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് വച്ചിരുന്നോ എന്ന് വിചാരിച്ച് 10 ലൈറ്റും 10 മെഴുകുതിരിയും കത്തിച്ചു വെച്ചു എന്ന് വിചാരിച്ച് ആക്റ്റീവ് ആകുമോ ഇല്ലയോ? സിം പാക്കറ്റിനകത്തിരിക്കുക, ആ കവറിനകത്തിരിക്കുന്നിടത്തോളം കാലം എത്ര ബൾബ് ഇട്ടെന്ന് വിചാരിച്ചും അതിലൊരു കോൾ വരത്തില്ല, ഒരു ഔട്ട് ഗോയിങ്ങോ ഔട്ട് കമ്മിങ്ങോ ഒന്നും വരത്തില്ല. എന്നാണോ ആ സിം ആ കവർ പൊട്ടിച്ച് ഞാൻ ആ ഫോണിൽ ഇൻസേർട്ട് ചെയ്യണം, എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പോഴാണ് ആ സിം എൻ്റെ ഫോണിൽ ആക്റ്റീവായത്. ഇത്രയും മിനിമം കാര്യം ജീവിതത്തിലൊന്നും എടുത്തേ. വീട്ടിൽ ബൈബിൾ ഇരിപ്പുണ്ട്, ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് വിചാരിച്ച് അനുഗ്രഹം ഉള്ളിൽ വരണമെന്നില്ല. എന്നാണോ ആ വചനം വിശ്വാസത്തോടെ ഞാൻ എന്നിൽ അകത്തിട്ട് ആക്റ്റീവ് ആക്കുന്നത്, എന്നാണോ ആ വചനം ഞാൻ വിശ്വസിക്കുന്നത്, അന്ന് മുതൽ ആ വചനം നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് ദൈവം പ്രവർത്തിക്കാനുള്ള മാനദണ്ഡം. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, പിശാചേ പോ എന്ന് പറയുമ്പോൾ ഒരു പിശാചും പോകത്തില്ല. ഇന്ന് വരെയും പിശാച് പോകത്തില്ല.
രാത്രി 12 മണിക്ക് ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് ഇരുട്ടേ പോ എന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ ഒരു ഇരുട്ട് പോകത്തില്ല. ഇരുട്ട് പോകാൻ എടുക്കേണ്ടത് വെളിച്ചമാണ്. ആ സ്വിച്ച് ഇട്, ബഹളം വെക്കാതെ, ഒച്ച വെക്കാതെ. ഇരുട്ട് പോ എന്ന് പറഞ്ഞ് ബഹളം വെക്കാതെ പോയി ആ സ്വിച്ച് ഇടറോ എന്നല്ലേ നമ്മൾ പറയുക. സ്വിച്ച് ഇടുമ്പോൾ ഇരുട്ട് പോവും, വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് എന്റെ ലോജിക്. നിങ്ങൾ പിശാചേ പോ എന്ന് പറയുമ്പോൾ പിശാച് പോകില്ല. പിന്നെയോ എന്നാണോ ദൈവവചനം വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നത് അന്ന് മുതൽ പിശാചിന് നിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതിന്റെ ബൈബിളിലെ സത്യമാണത്, യാഥാർത്ഥ്യമാണ്. നമുക്ക് ബഹളമല്ല ആവശ്യം, നമുക്ക് ബോധ്യങ്ങളാണ് ആവശ്യം. ബഹളങ്ങളുടെ കാലം കഴിഞ്ഞു, ബോധ്യങ്ങളുടെ കാലഘട്ടമാണ് വേണ്ടത്. ബോധ്യങ്ങൾ. കയ്യിൽ വെളിച്ചമുള്ളവന് ഇരുട്ടിനെ പേടിക്കേണ്ടെന്ന്. ഞാൻ 2 മണിക്ക് ഇതിലേക്കൂടെ നടന്നു പോകുക, പക്ഷെ എന്റെ കയ്യിൽ നല്ലൊരു ടോർച്ച് ഇരിപ്പുണ്ട്. എനിക്ക് ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമില്ല. എന്റെ കയ്യിൽ ടോർച്ചുണ്ട്, വെളിച്ചമുണ്ട്. എന്റെ കയ്യിൽ വെളിച്ചമില്ല. ഞാൻ 12 മണി സ്ഥലത്ത് റോട്ടിൽ കൂടെ പോകുമ്പോൾ എനിക്ക് പേടിക്കണം. പാമ്പുണ്ടോ, വല്ല കുപ്പിച്ചിൽ കിടപ്പുണ്ടോ, കാല് മുറിയുമോ, കാല് തട്ടുമോ, വീഴുമോ? കയ്യിൽ വെളിച്ചമില്ലാത്തവനെ ഇരുട്ടിനെ പേടിക്കണം. കയ്യിൽ വെളിച്ചമുള്ളവന് ഇരുട്ടിനെ പേടിക്കണ്ടെന്ന്. നിങ്ങൾ കേൾക്കുന്ന വചനം വെളിച്ചമാണ്. ബൈബിൾ പറയുന്നു, എന്റെ വചനം നിന്റെ പാദത്തിന് വിളക്കാണ്. ഈ വിളക്കാണ് ഇന്ന് ആവശ്യം. ചൂടുള്ള പാത്രത്തിൽ, ഗ്യാസിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പാത്രത്തെ, നല്ല പൊള്ളിയിരിക്കുന്ന പഴുത്തിരിക്കുന്ന പാത്രത്തെ കേറി അങ്ങ് പിടിച്ച പെട്ടെന്ന് കൈ വലിക്കും. എന്താ കാരണം? പൊള്ളിപ്പോയി. ദൈവവചനം വിശ്വസിക്കുന്ന ഒരുവനെ പിശാചു തൊട്ടാലും ഇങ്ങനെ സംഭവിക്കും. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ നിൽക്കുന്ന ഒരുവനെ ലോകത്തിൽ ഏറ്റവും ശക്തനായ സാത്താൻ തൊട്ടാലും അവൻ കൈവലിക്കും. കാരണം അവൻ ദൈവത്തിൽ നിൽക്കുന്നവനാണ്. അവനെ തൊട്ടാൽ പൊള്ളും. അവന്റെ വീടിനെ തൊട്ടാൽ പിശാച് പെട്ടെന്ന് കൈയെടുക്കും. അവനെ തൊട്ട് കളിക്കാൻ നിൽക്കത്തില്ല. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് വേണ്ടത് ബഹളമല്ല, ബോധ്യങ്ങളാണ് കാലഘട്ടത്തിൽ ആവശ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ മാത്രമല്ല ഞാനിവിടെ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് വീടില്ല, വീട് കിട്ടാൻ വേണ്ടി മാത്രമല്ല. അത് ലഭിക്കും, അത് ദൈവം തരും. പക്ഷെ ഞാനിവിടെ പ്രസംഗിക്കുന്നത് വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകാനാണ്. നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. നിങ്ങൾക്ക് ആത്മരക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം തന്ന നിയോഗം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആ രക്ഷ വരുമ്പോൾ നിനക്ക് കിട്ടേണ്ട ജോലി ദൈവം തരാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിൽ ആവശ്യമായ വിടുതൽ ദൈവം തരാൻ തുടങ്ങും. നിനക്ക് വീടില്ലെന്ന് നിനക്ക് മാത്രമല്ല ദൈവത്തിനും അറിയാം. നീ ഒരു പ്രതിസന്ധിയിലാണെന്ന് നിനക്ക് മാത്രമല്ല ദൈവത്തിനും അറിയാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കയ്യിൽ വെളിച്ചമുള്ളവരാകട്ടെ. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് പോകുമ്പോൾ കയ്യിൽ വെളിച്ചമുള്ളവരാകട്ടെ. ഇരുട്ടിനെ പേടിക്കണ്ടല്ലോ. ഇതേ കയ്യെത്തുന്ന ദൂരത്തൊരു സ്വിച്ച് ഉണ്ട്. എന്തേ സ്വിച്ച് ഇടാത്തത്? ഇരുട്ടാണ്, പ്രശ്നമാണ്, പ്രയാസമാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ ആ സ്വിച്ച് ഇട്. ലൈറ്റ് കത്തും, ബൾബ് വരും. ഇതുപോലെ ജീവിതത്തിൽ വലിയ അതാണ് യേശു പറഞ്ഞത്, മുന്തിരി ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിക്കും. ചേർന്ന് നിൽക്കാത്ത ശാഖ ഉണങ്ങും, വാടും, അത് താഴെ പോവും. ഇതാ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഭാഷനല്ല ആവശ്യം. എല്ലാവർക്കും ഭയങ്കര ഭാഷനാണ്. പ്രാർത്ഥന ഒരു ഭാഷനാണ്, ധ്യാനം ഒരു ഭാഷനാണ്, എല്ലാം ഒരു ഭാഷനും ചടങ്ങുമാണ്. അതൊക്കെ മാറണം. ദൈവത്തോട് ആരാണോ ചേർന്ന് നിൽക്കുന്നത് അവൻ ഫലം പുറപ്പെടുവിക്കും. കാരണം ദൈവത്തിലുള്ളത് അവന്റെ ജീവിതത്തിൽ വരും. അതല്ലേ പറയുന്നത്. ഞാൻ മുന്തിരിച്ചെടിയുടെ ശാഖയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശുശ്രൂഷകനാണെങ്കിൽ ദൈവത്തിലുള്ളത് എന്റെ ജീവിതത്തിൽ വരും. ദൈവത്തിലുള്ള ജീവൻ എനിക്ക് കിട്ടും. ദൈവത്തിലുള്ള ശക്തി എന്റെ ജീവിതത്തിൽ ഒഴുകും. അത് സത്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാട്ടിക്കൂട്ടലിന്റെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ ഞാൻ നിന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ നിന്നോട് ഞാൻ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ളത് നിന്റെ ഭവനത്തിൽ വരും. ദൈവത്തിലുള്ള സമാധാനം നിന്റെ ജീവിതത്തിൽ വരും. ദൈവത്തിലുള്ള വിടുതൽ നിന്റെ ജീവിതത്തിൽ വരും. ദൈവത്തിലുള്ള അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ കയറി വരും. നീ ചേർന്ന് നിന്നാ മതി. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം, മോശയെ ദൈവം വിളിച്ചു. എന്നിട്ട് മോശ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. മോശ പറഞ്ഞു, 4-ാം അധ്യായം ഇങ്ങനെയാ പറയുന്നത്. എല്ലാവരും കേട്ടെ. 4-ാം അധ്യായം തുടങ്ങി ഇങ്ങനെയാ. മോശ ദൈവത്തോട് പറഞ്ഞു, എന്നെ ആരും വിശ്വസിക്കുകയില്ല. എന്റെ നാക്ക് പ്രശ്നമാണ്. എന്റെ നാക്ക് കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പോലും പറയാൻ ഒരുപാട് സമയമെടുക്കും. എനിക്ക് വിക്കുണ്ട്.
ഞാൻ എങ്ങനെ ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ പോയി ആൾക്കാർ രാജാവിനോട് സംസാരിക്കും? അപ്പോൾ ദൈവം പറഞ്ഞൊരു ചോദ്യമാണ്. ദൈവം മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? എന്നാ പറഞ്ഞേ? മോശ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് വടി. വടി എന്താ വടി? അതിന്റെ താഴെ വേരില്ല, അത് ഉണങ്ങിപ്പോയതാണ് പണ്ടേ. അപ്പോൾ ദൈവം പറഞ്ഞു മോശയോട്, വടിയാണ് എന്ന് വിചാരിച്ച് ഒടിച്ചു കളയാൻ വരട്ടെ, അത് വലിച്ചെറിയാൻ വരട്ടെ, നീ അത് എന്റെ വാക്കനുസരിച്ച് താഴേക്കിട്. മോശ ആ വടി താഴേക്കിട്ടു, അത് പാമ്പായി മാറി. അപ്പോൾ മോശ പേടിച്ച് പുറകോട്ട് മാറി. അപ്പോൾ ദൈവം പറഞ്ഞു, പേടിച്ചു പോകാതെ അതിന്റെ വാലെ പിടിക്കാൻ പറഞ്ഞു. മോശ ആ വചനം കേട്ട് ആ വാലെ പിടിച്ചപ്പോൾ വീണ്ടും അത് വടി അതേ പഴയ രൂപത്തിലായി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നിന്റെ കയ്യിലിരിക്കുന്നതിനെ അത്ഭുതമാക്കാൻ ദൈവത്തിന് സാധിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, എന്റെ ഈ ഉണക്ക സർട്ടിഫിക്കറ്റ് കൊണ്ടോ? മോശയുടെ കയ്യിലിരിക്കുന്ന ഉണക്ക വടിയെ പോലും ദൈവത്തിന് ഈ രൂപത്തിൽ മാറ്റാൻ കഴിയുമെങ്കിൽ ജീവനുള്ള നിന്നെ അതിനേക്കാൾ വലുതാക്കി മാറ്റാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ മോശയുടെ കയ്യിലിരിക്കുന്ന വടി ഞാനാണ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു ബുദ്ധിയില്ല, എനിക്കൊരു ശക്തിയില്ല, എനിക്ക് വലുതൊന്നും അറിയാം, എല്ലാവരെ പോലെ വലുതൊന്നും എനിക്കറിയില്ല. സാരമില്ല, നീ ദൈവവചനം അനുസരിക്ക്, നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനെന്ന സാധാരണക്കാരൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ കാരണം ഈ വചനത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന എന്താ? അതൊരു വടി. ചുമ്മാ നിസ്സാരമായ ഒരു വടി എന്ന് പറയാൻ വരട്ടെ, അതുകൊണ്ട് നീ അത്ഭുതമായി മാറും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താ? അത് ദൈവം അത്ഭുതമാക്കി മാറ്റും. ചിലർ പറയും, എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് ചെറിയ പഠിപ്പൊക്കെ ഉള്ളൂ. അവർക്കൊക്കെ ഒത്തിരി ഉണ്ട്. നിന്റെ ഉള്ള വിദ്യാഭ്യാസം മതി ദൈവത്തിന് അത്ഭുതമാക്കാൻ. എനിക്ക് അവരെ പോലെ 5-10 ഏക്കർ സ്ഥലമൊന്നുമില്ല, ആകെ 5 സെന്റ് സ്ഥലമേ ഉള്ളൂ, അതും ഒരുപാട് കടമൊക്കെ ഉണ്ട്. അത് മതി ദൈവത്തിന് നിന്നെ അത്ഭുതമാക്കാൻ. ദൈവത്തിന് നിന്നെ അത്ഭുതമാക്കാൻ. ഒരു കൊച്ചു പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചതാണ്, എൻ്റെ അപ്പച്ചൻ വീണ്ടും വേറൊരു കല്യാണം കഴിച്ചു, അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ പപ്പായും എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ വീടും പറമ്പൊക്കെ ഇരിക്കണത് പപ്പ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കടമാണ്. എനിക്ക് പഠിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. ഭയങ്കര വിഷമം, ഭയങ്കര കരച്ചിൽ. അപ്പോൾ പറഞ്ഞു, പ്രാർത്ഥിക്ക്, ദൈവം ഒരു വഴി ഒരുക്കിയാലോ? ദൈവം എനിക്കോ? യാദൃശ്ചികമായി അവരുടെ വീട്ടിൽ ഒരു വൈദികൻ വരാനിടയായി. അവർ ആ വീട്ടിൽ ആ അച്ഛൻ വരേണ്ട ഒരു കാര്യവുമില്ല. വളരെ നിസ്സാരമായ ഒരു സാഹചര്യത്തിൽ അച്ഛൻ വന്ന് ഒരു കട്ടൻ ചായ കുടിച്ചു, കട്ട കാപ്പി കുടിച്ചു. അപ്പോൾ ആ മകളോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? അപ്പോൾ അവരുടെ വിഷയം പറഞ്ഞു. അപ്പോൾ ആ അച്ഛൻ അവരോട് പറയുകയാണ്, ജർമ്മനിയിൽ ഒരു കുടുംബമുണ്ട്, അവരുടെ വീട്ടിലെ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ, നിനക്ക് ആ കുഞ്ഞിനെയൊക്കെ നോക്കാൻ പറ്റുമെങ്കിൽ അവർ നിന്നെ ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചോളും, അങ്ങനെയൊക്കെ താല്പര്യമുണ്ടോ? അന്നേരം തന്നെ പറഞ്ഞു, ഉണ്ട്. അവർ പോയി, ആ വൈദികൻ പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫോൺ വിളിച്ചു, ആ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു, നീ അടുത്ത മാസത്തോടു കൂടി B2 ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. അങ്ങനെ ഒരു വഴിയിലൂടെ അവർ അവിടെ ആ രാജ്യത്തെത്തുന്നു. ഇതിനേക്കാൾ മിടുക്കരായ പലർക്കും ആ രാജ്യത്തിന്റെ അയൽവക്കത്ത് പോലും എത്താൻ പറ്റിയിട്ടില്ല. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ആ ദൈവത്തിന്റെ ഇടപെടലാണ്. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഓർക്കും, ഈ വടി കൊണ്ടൊന്നും നടക്കത്തില്ല, ഈ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ശരിയാകത്തില്ല, ഈ പ്രാർത്ഥന കൊണ്ടൊന്നും ശരിയാകില്ല, ഈ വിശ്വാസം കൊണ്ടൊന്നും ശരിയാകില്ല, ഈ പ്രാർത്ഥനയായിട്ട് നടന്നിട്ട് കാര്യമില്ല. ആ കാര്യമില്ലെന്ന് പറഞ്ഞതായിരിക്കും നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം വരുന്ന കാര്യം. ഹല്ലേലൂയ. പിന്നെ ഇസ്രായേൽ ജനം ചെങ്കടലിന് സമീപത്ത് നിന്നപ്പം മോശ എടുത്തുയർത്തിയത് എന്താണെന്നറിയോ? ഈ വടിയാണ് ആ വെള്ളത്തിൽ അടിച്ചപ്പം വെള്ളം രണ്ടായത്. ഇത് ദൈവശക്തിയുടെ ഒരു ആയുധമായി മാറി. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ വടിയുടെ സ്ഥാനത്തായിരിക്കും ഞാനും നിങ്ങളും, നമ്മുടെ കുടുംബവും നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ ഇരിക്കുന്നത്. ദൈവം നിന്റെ കയ്യിലുള്ളതിനെ അത്ഭുതമാക്കി മാറ്റും. പറഞ്ഞാൽ പോലും തിരിയാത്ത മോശ രാജ്യത്തിന്റെ ഭരണാധികാരിയെ പോലും വിറപ്പിച്ച ശബ്ദമായി മാറി. അത് ആരുടെ പ്രവൃത്തിയാണ്?
അതിന്റെ പേരാണ് ദൈവപ്രവൃത്തി. അതിന്റെ പേരാണ് ദൈവപ്രവൃത്തി. അതിന്റെ പേരാണ് ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും എവിടെയെങ്കിലും ഒക്കെ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഒന്നിനും കഴിവില്ലാത്ത മോശയെ കൊള്ളാവുന്ന കഴിവുള്ള ഒരുത്തനാക്കി മാറ്റിയത് ദൈവമാണ്. കൂടെ നിന്ന് ഇതുപോലൊരു ദൈവത്തെയാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റു നിന്നേ. ഇത്രയും കാര്യങ്ങളെ ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ഇത്രയും കാര്യങ്ങളെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച്. മോശ വിചാരിച്ചു, എന്നെ കൊണ്ടൊന്നും ആകത്തില്ല, ഞാനൊന്നും ചെയ്താൽ ശരിയാകില്ല, ഞാനൊക്കെ ഇങ്ങനെ പുറകെ നിൽക്കേണ്ട ആളാണ്, എനിക്ക് പറഞ്ഞാൽ പോലും തിരിയത്തില്ല, വിക്കാണ് എനിക്ക്, പോരാത്തതിന് വലിയ യോഗ്യതയൊന്നും എനിക്കുമില്ല. പക്ഷെ ദൈവം അവന്റെ അയോഗ്യത കണ്ടിട്ട് തള്ളിക്കളഞ്ഞ് വേറൊരാളെ സെലക്ട് ചെയ്തതല്ല കാണുന്നേ. പിന്നെയോ കുറവുണ്ടായിരുന്നിട്ടും ബലഹീനനായിരുന്നിട്ടും അവനെ ചേർത്ത് പിടിച്ച് ശക്തിപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ശക്തിപ്പെടുത്തുക. ഒന്നും ലഭിച്ചില്ലെങ്കിലും ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കട്ടെ. എന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ ദൈവം മാറ്റി ശക്തിപ്പെടുത്തും. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകുമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? കുടുംബജീവിതം തകർന്നിരിക്കുക, ഞാൻ എങ്ങനെ അത് പരിഹരിക്കും? അത് പരിഹരിക്കാൻ ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. അതിനു വേണ്ടിയാ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതിനു വേണ്ടിയാ ദൈവം ഈ വചനം നിന്നെ കേൾപ്പിച്ചത്. ഹല്ലേലൂയ. ആരും മടുപ്പോടുകൂടിയോ വിഷമത്തോടെയോ ഒന്നും ശരിയാകാൻ പോകുന്നില്ല. ഇതൊക്കെ ചുമ്മാതാ, ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ, ഇതൊക്കെ ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ ഒരുപാട് അറിഞ്ഞതാ. ഈ മനസ്സിനെ മാറ്റിയിട്ട് ഒന്ന് പ്രതീക്ഷയോടെ വന്നേ, ഒന്ന് പ്രതീക്ഷയോടെ ഇരുന്നേ, ഒന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് രണ്ട് കരങ്ങൾ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രതീക്ഷയോടെ ഒന്ന് പ്രാർത്ഥിച്ച്, പ്രതീക്ഷയോടെ ഒന്ന് പ്രാർത്ഥിച്ച്, പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച്, പ്രതീക്ഷയോടെ കർത്താവേ അനുഗ്രഹമാക്കണം. ഈ ജനത്തിന്റെ മേൽ വലിയൊരു വിടുതൽ കൊണ്ടുവരണമേ. ഈ ജനത്തിന്റെ മേൽ വലിയൊരു വിടുതൽ കൊണ്ടുവരണമേ. അനുഗ്രഹത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമേ. പൈശാചിക ശക്തികൾ പൊട്ടി പൊട്ടി പോകുന്ന അനുഭവം ഉണ്ടാകണം. തിന്മയൊക്കെ കടന്നു വരാൻ എല്ലാ വഴികളും അടയ്ക്കുന്നു. ദൈവശക്തിയുടെ അഭിഷേകം കടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് പാടുന്നു. അവിടെ സ്വന്തമായി കരമടിച്ച് ചോദിക്കില്ല.
എല്ലാവരും വരമടിച്ചു. വിശ്വസിച്ചൊന്ന് പാടിയത് പറഞ്ഞു പാടിയത് അതുകൊണ്ട് വിശ്വസിച്ചു പറഞ്ഞേ ചോദിക്കില്ല പിന്നെയോ എന്നെ കൈവിടാത്തവൻ പറഞ്ഞു ആരാണ് യേശു? ഉയർത്തി അടിച്ചു പറഞ്ഞേ ചോദിക്കില്ല ചോദിക്കില്ല എന്റെ നന്മയ്ക്കാണ് കണ്ണടച്ച് ഈ 1 മണി സമയമാകുമ്പോൾ ഒറ്റ കാര്യം പ്രാർത്ഥിക്കുകയാണ്. മോശ കയ്യിലൊരു വടിയുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ഇത്രയും വലിയൊരു അനുഗ്രഹമാകുമെന്നൊന്നും മോശ പോലും വിചാരിച്ചില്ല. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഈ പ്രാർത്ഥന കൊണ്ടാണോ ഇപ്പം ഞാൻ രക്ഷപ്പെടാൻ പോണത്? ഒരുപക്ഷെ നമ്മൾ കൈകളിലെടുത്തിരിക്കുന്ന മോശയുടെ വടി പോലെ ഒന്നാണ് ഈ പ്രാർത്ഥനയും. ചിലപ്പോൾ നാളെ ഒരു സമയത്ത് എൻ്റെ വിടുതലിന് കാരണമാകുന്ന ഇതായിരിക്കും. എൻ്റെ ജീവിതം പോലും മാറുന്നത് ഈ പ്രാർത്ഥനയാണെങ്കിലോ. ഉച്ച കഴിഞ്ഞുള്ള സമയവും നമുക്ക് പ്രയോജനപ്പെടുത്തണം. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിന് വലിയ സഹായവും അനുഗ്രഹവും ദൈവം തരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. കരഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് എന്തിനെന്ന് ചോദിക്കില്ല എന്റെ നന്മയ്ക്കായ അറിയും ഞാൻ